Hello everyone, welcome back to our channel Shittu and Mama. അപ്പോൾ ഞാൻ ഇതാ രാവിലെ എണീച്ചു, ചായ കുടിച്ചു. നമുക്കിന്ന് പുട്ടും സ്റ്റൂ കറിയും ഉണ്ട്. പക്ഷെ ഞാൻ പുട്ടും സാമ്പാറും കഴിച്ചു. അമ്മ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിത്ത് നമ്മുടെ കട്ടൻ ചായ, ബ്ലാക്ക് കോഫി. അമ്മയും കുട്ടപ്പനും കൂടി ഇന്ന് സാറ്റർഡേ ലീവ് ആയതുകൊണ്ട് രണ്ടാളും കൂടെ ലാബിൽ പോയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാൾ എണീച്ച സ്ഥിതിക്ക് തുള്ളിച്ചാടി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. ചുമ്മാ കുറേ ആയി ഇപ്പം അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ വീട്ടിലേക്ക് ഇന്ന് ലീവാണല്ലോ, സോ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞായിട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവർ വന്നിട്ട് ചായ കുടിക്കണം, ഷുട്ടൂന് ചായ കൊടുക്കണം, എന്നിട്ട് വേണം റെഡി ആവണമെങ്കിൽ. സോ അപ്പോൾ അങ്ങനെയാണ് പരിപാടി. എന്തായാലും നമുക്ക് പോകുന്ന വഴി കാണാം. ഞാൻ ഒന്ന് റെഡിയൊക്കെ ആയിട്ട് ഞാൻ വ്ളോഗ് എടുക്കാം. എപ്പോഴും എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര മെസ്സി എന്താ പറയുക, തിരക്കായിരിക്കും, എപ്പോഴും വെറുതെ തിരക്കായിരിക്കും. അങ്ങനെ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ. അങ്ങനെ ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങാൻ പോവാണ്. എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും റെഡിയാകുന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ റെഡിയായി ഇറങ്ങലായി. ഷൂട്ടിന് ഞാൻ നല്ല വൃത്തിയിൽ മുടിയൊക്കെ കെട്ടി കൊടുത്തു. അത് കാറിലെത്തുമ്പോഴേക്കും മൊത്തം കൊളാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വലിയ കാര്യമായിട്ട് മുടിയെല്ലാം ലൂസാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിരുന്നു. പക്ഷെ പുറത്തെത്തിയപ്പോൾ ചൂട് കാരണം ഒരു രക്ഷയില്ല. അതുകൊണ്ട് എല്ലാം കൂടെ വാരി പിടിച്ച് കെട്ടാന്ന് വെച്ചു. പിന്നെ പോകുന്ന വഴിക്ക് വേറെ ഇടം ഇറങ്ങാനൊന്നുമില്ല. ഇവിടെ നിന്ന് നേരെ കയറി വീട്ടിലേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ എടിയും ഇറങ്ങാനോ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ വാരി പിടിച്ചങ്ങ് കെട്ടി. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മഴയൊന്നും അങ്ങനെ പെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തലവേദന വരണ്ടെന്ന് വെച്ച് ഭയങ്കരമായിട്ട് ഞാൻ സൺഗ്ലാസും വെച്ചു. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. ഇപ്പോൾ ഇവിടെ ഇവർ രാവിലെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആഫ്റ്റർ ഫുഡ് ബ്ലഡ് കൊടുക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകും. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. പോസ്റ്റ് ഷുട്ടു മമ്മി പോസ്റ്റ് അല്ല. ഒരിക്കലും ഞാൻ മുടിയെല്ലാം നല്ല വൃത്തിയിൽ ക്ലിപ്പൊക്കെ ചെയ്ത് കൊടുത്താൽ ഇപ്പം ഉള്ള കോലം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാൽ. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. കാലുവേദനയാ? നന്നായി. ഷുട്ടന് കാല് പൊട്ടിയ കാണിച്ചേ. എങ്ങനെയാ പൊട്ടിയേ? ഫുൾ ഓഫ് സ്ക്രാച്ച് ഹോ ഗയാ. ഓ മൈ ഗോഡ്. മറ്റേ കാലിന് കാണിച്ചതാ. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. നമ്മൾ വിഴ പുട്ട വിഴ പുട്ട വിഴ പുട്ട. അള്ളേ അള്ളേ ഹള്ളി അമ്പോ. ആരാ ബിഗ് ഗേൾ ആയത്? ഞാനോ? ഞാൻ എങ്ങനെയാ ബിഗ് ഗേൾ ആയത്? പാപ്പൻ കഴിച്ചിട്ടാ? മമ്മൻ കഴിച്ചിട്ടാ? ഞമ്മൻ തിന്നിട്ടാ? എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ ഷുട്ടൂന് ഭയങ്കര വാശിയും കുരുത്തക്കേടും എല്ലാം അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നങ്ങനെ രാവിലെ ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബിസ്ക്കറ്റും വെള്ളമെല്ലാം എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഷുട്ടൂപ്പി കുറച്ച് സമയം ബിസ്ക്കറ്റൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. ഇനിയിപ്പം വീട്ടിലെത്തിയാൽ ഉറങ്ങുകയില്ല. എൻ്റെ ഉച്ചക്കത്തെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. അതിനിതാ നമ്മൾ പോയി 5:30 എത്താനായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് വിശക്കാനും തുടങ്ങി. അപ്പോൾ എവിടെ നിന്നെങ്കിലും ചായ കുടിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ചായപ്പീടിയെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷുട്ടൂപ്പി അതിലിടക്ക് ഉറങ്ങി. അങ്ങനെ നമ്മൾ 5:30 ടൗണിലെത്തുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു ചായക്കട കണ്ടു. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വെച്ചു. അവിടെ നല്ല ചായയും നല്ല അടിപൊളി സമൂസയൊക്കെ കണ്ടു. അപ്പോൾ അതങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു.
നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു പിണറായി, ഒരു ചെറിയ കുഞ്ഞ് തട്ടുകട. അപ്പോൾ അവിടെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ വിശപ്പിൻ്റെ ഒരു വിളി വന്നത്, ചായ കുടിക്കണം തോന്നിയത്. അപ്പോഴേക്കും പിന്നെ അവിടെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ വഴി പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ചായക്കട ഇതുവരെ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിങ്ങനെ ചായക്കട തപ്പി 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 അവസാനം കിട്ടി. നല്ല ഫുഡായിരുന്നു. എനിക്ക് സമൂസ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നോർമലി സമൂസ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എണ്ണക്കടികൾ പരമാവധി പറ്റുന്ന പോലെയും കുറക്കുകയാണ് ചെയ്യാറുള്ളത്. ബട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും കുട്ടപ്പനും സമൂസയും ചായയും കഴിച്ചു. അമ്മ പത്തിരിയും ചായയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചുട്ടുപ്പി ഉറക്കായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചായയുമായിരുന്നു, നല്ല അടിപൊളി ചായയായിരുന്നു. എൻ്റെ തലയൊക്കെ ഉണർന്നു. എനിക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു മൈഗ്രെയിനും കളിയൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും തോന്നിയതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചായയും കൊള്ളാം. അങ്ങനെ ഇതാ ചായയെല്ലാം കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ആകെ അത്ര സമയമേ ഉള്ളൂ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ വീട്ടിലെത്താറായിട്ടുണ്ട്. നേരെ വീട്ടിൽ പോയിട്ട് പിന്നെ നമുക്ക് ഒന്ന് ചക്രക്കല്ല് പോകേണ്ട ആവശ്യം ഉണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അച്ചാച്ചനും അമ്മമ്മയും ചുട്ടൂനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഞാൻ പോയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല, ഇപ്പോൾ കുറച്ചായി. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളപ്പോൾ ചുട്ടു ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ അവളെ നേരെ എണീപ്പിച്ച് വീട്ടിലാക്കി ഞാനും കുട്ടപ്പനും കൂടി നേരെ ചക്രക്കല്ല് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. വേറൊന്നുമല്ല, നമുക്ക് ഫുഡ് ഇന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി വാങ്ങാൻ പോവാണ് നമ്മുടെ സ്വന്തം സാഗർ ഹോട്ടലിൽ. അവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കണം. ചക്രക്കല്ല് നമ്മുടെ സാഗർ ഹോട്ടലിൻ്റെ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്. എന്താ പറയുക, നമുക്കങ്ങനെ ഭയങ്കര ഓയിലി ഒന്നുമല്ല, നല്ല സൂപ്പർ ബിരിയാണിയാണ്. അതിനെന്താ ഞാൻ ഇവിടെ എത്തി. കുട്ടപ്പനവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെക്കാൻ ഈ സമയത്തൊക്കെ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ വാങ്ങി പിന്നെ നേരെ സ്വീറ്റ് ടെക്സിലേക്ക് അങ്ങോട്ട് പിടിച്ചു, കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ കഴിക്കാറില്ല, ബട്ട് ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് ചായക്കടിയൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോയി. വാട്ട് ആർ യു ഡൂയിങ്? ഇവിടെ വെച്ചോ താത്തണ, ഞാൻ പോയി വാങ്ങിയിട്ട് വന്നാൽ പോരെ. ഓക്കെ, ഇവരിക്കൊന്നും കറണ്ടില്ല. ആടാ ഇതേൽ കൂടി പൊന്നോ, മണ്ണ് ഫുള്ളാ വെള്ള കുപ്പായത്തിലാവും. ഇങ്ങോട്ട് വാ. അതാ വാ ഡ്രസ് ഊരാലോ. ബാക്കിൽ കൊടുക്കണ്ട അച്ചാച്ച, കൊടുക്കൂറണം. നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിച്ചുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വാങ്ങി വന്ന സ്ഥിതിക്ക് നല്ല ചൂടോടുകൂടി ബിരിയാണി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അധികം ഓയിലോ ഡാൽഡയോ അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. കിടിലൻ ബിരിയാണി ആയിരുന്നു. മുടിമുക്കായി ചുറ്റിൻ്റെ മുടിമുക്ക നമ്മൾ മോപ്പാൽ പോകാൻ കാശ്. നമ്മൾ മുടി കൊറേ ആയിപ്പോയി, നമ്മളെ കണ്ണിലൊക്കെ കുത്തുന്നുണ്ട് അല്ലേ. ഇല്ല ഒറ്റ പൊട്ടേ കൈ കാത്തി അങ്ങനെയല്ല, ഉള്ളിലാക്ക് കൈ. കാണിച്ചു കൊടുക്കണേ. സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചോ തല, ചെരിക്കല്ല. ഗുഡാണോ? ഗുഡാ. അനങ്ങല്ല 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 മോളെ. കഴിഞ്ഞു കഴിഞ്ഞു.
അങ്ങനെ മുടിയൊക്കെ മുറിച്ച് വന്ന ക്ഷീണത്തിൽ ഞാൻ നേരത്തെ ചോറുന്നപ്പോൾ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പായസം കുടിക്കാമെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ ചുട്ടുപ്പിനെ ഫുള്ള് മുടി അതൊക്കെ ഒന്ന് കഴുകി കുളിപ്പിക്കണം, അമ്മ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ആൾ ഉരുണ്ട് പെരണ്ട് അമ്മമ്മേൻ്റെ അടുത്ത് നല്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിനകത്ത് ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് എത്തി, അമ്മ കുളിപ്പിച്ചു. നമ്മളിങ്ങനെ കുറച്ച് സമയം അമ്മ ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കണമെന്ന് വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കിടന്നോന്ന് പറഞ്ഞു. ഇവളാണെങ്കിൽ പിന്നെ കിടക്കാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഇവളെയും കൂട്ടി അപ്പുറത്തേക്ക് പോയി. അന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തിന്നുന്നു നീ. പല്ലിക്കാട്ടൊന്നെടുത്ത് വായി വേണോ? അമ്മാമ്മയും മോളും കളിക്കുന്നതിന് നടുക്ക് കയറി കിടന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. നമ്മൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് കിടത്തിയത് ആളിന് ഒരു വിധത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധം ഞാൻ തമ്മനയിലിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ കിടന്ന് ചുമ്മാ ഇങ്ങനെ കളിക്കലായിരുന്നു. ഞാൻ പോന്നു. ഇതാ ചുട്ടും ഉറങ്ങാത്തതുകൊണ്ട് എനിക്കൊരു പൊടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉറങ്ങിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ എണീച്ച് ജസ്റ്റ് ഒന്ന് കുളിച്ചു, കുളി കഴിഞ്ഞു. ഇനിയിപ്പം അമ്മനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ട്. നമ്മൾ വൈദ്യരുടെ അടുത്ത് അമ്മക്ക് നടുവേദനയില്ലായിട്ട്. അപ്പോൾ ഒരു 4 മണിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്ര സമയം വെയിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ അത് അവർ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ചുട്ടു അച്ചാച്ചനും വെറുതെ ഒന്ന് റൗണ്ട് അടിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്മയും അവരെല്ലാവരും വന്നതിന് ശേഷം ചായ കുടിക്കണം. എന്നിട്ട് നമ്മളപ്പോൾ തന്നെ പോവും. പോകുന്ന വഴി കുഞ്ഞാവേനെ കാണാൻ വേണ്ടി മുക്കാളി ഒന്ന് കയറണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങ് പോവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ചായ കുടിക്കുമ്പോൾ കാണാം കേട്ടോ. ആരോ ഇപ്പം വരുമ്പോൾ വണ്ടിന്ന് പാപ്പി എന്ന് പറയുന്ന കേട്ടിട്ടല്ലോ. ഇല്ലേ ചോദിക്കൂല, ഇവിടെ ആരും ഇല്ല കൊണ്ടാക്കി തരാനൊന്നും. ഷുട്ടു ഒട്ടും വരുന്നുണ്ടായിരുന്നില്ല. അവൾക്കാർന്ന് ഏച്ചിമാരുടെ കൂടെയെല്ലാം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒച്ചപ്പാടിലായിരുന്നു. അപ്പം ഞാൻ നിർബന്ധിച്ച് കൂട്ടി വന്നതിൻ്റെ ആ ഒരു ഭയങ്കരമായൊരു ഗൗരവത്തിലായിരുന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ഇറങ്ങി. പിന്നെ ഒന്ന് ജസ്റ്റ് മുക്കാളിയും കയറി നമ്മൾ വരുമ്പോഴേക്കും നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. നമ്മൾ മുക്കാളിയും കൂടെ കയറിയതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആവണം. നമ്മൾ ഓൾറെഡി ചായയെല്ലാം കുടിച്ച് വന്നുകൊണ്ട് അങ്ങനെ വിശക്കുന്നില്ല. പിന്നെ പോരാത്തതിന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. സോ ഇനിയിപ്പം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം, അങ്ങനെ വെള്ളമൊക്കെ എടുക്കണം. അത്രയ്ക്ക് പരിപാടി ഇനിയിപ്പോൾ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് കാണാം.